ഈ സാബ് കുഞ്ഞാലി വ്യക്തിപരമായിട്ടുള്ള ബന്ധം അടുപ്പുണ്ട്. അസാമാന്യതയെന്നാണ് ആ ചെല്ലുന്ന കാലത്ത് എത്രയോ അടിയായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് മന്ത്രിയാകുന്ന ഘട്ടത്തിൽ പറ്റിയ ഒരു അബദ്ധം എന്താ വെച്ചാൽ അവസാനം പഞ്ചായത്ത് എന്ന് പറഞ്ഞു. പഞ്ചായത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്റെ ധാരണ ഞാൻ ഭരിച്ച കാലത്തുള്ള പഞ്ചായത്താണ്. അതാണ് പറ്റിയത്. മുഖ്യമന്ത്രിയുടെ വകുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഇത് വരുന്ന വകുപ്പല്ലേ പഞ്ചായത്ത്. ഈ 54 ഡിസ്ട്രിക്ട് ബോർഡ് വന്നപ്പോ പി ടി ഭാസ്കര പണിക്കർ അധ്യക്ഷനായിട്ടുള്ളത്, അത് നമ്മുടെ മലപ്പുറം പ്രദേശത്ത് എന്ത് ചലനവും സൃഷ്ടിച്ചത്? അത് പിന്നെ ആ ഡിസ്ട്രിക്ട് ബോർഡ് പിന്നെ ഭാസ്കർ പണിക്കർ നേതൃത്വത്തിലുള്ള ഡിസ്ട്രിക്ട് ബോർഡ് വന്നത് ആളുകളുടെ അടിയിൽ ഒരു പ്രതികരണം ഉണ്ടാക്കിയത് ഏകാധ്യാപക സ്കൂളാണ്. അതായിരുന്നു ഏറ്റവും ചലനം. അതാ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുവരെ സ്കൂളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഒറ്റപ്പെട്ട എവിടെയെങ്കിലും ഒന്ന്, അവിടെ മുസ്ലിമീങ്ങളിൽ പെണ്ണുങ്ങൾ തീരെ സ്കൂൾക്ക് പോവില്ല. പിന്നെ പുരുഷന്മാർ തന്നെ 2, 3 തരം 5 തരം പഠിച്ചാൽ വലിയ വിവരമായി. അത് അവിടെ അവസാനിച്ചു. അതാണ് അത് ഇതിന് വലിയ പ്രചോദനമായി പിന്നെ കിട്ടി. പിന്നെ അതുപോലെ ആ കാലത്തുള്ള പിന്നെ ചില പരിഷ്കാരങ്ങൾ എല്ലാം കൊണ്ടുവന്നല്ലോ. അത് നമ്മളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്യാമ്പയിൻ ചെയ്തിരുന്നു ആ കാലത്ത്. അത് കഴിഞ്ഞ് നാണ് 54 കഴിഞ്ഞു പാർട്ടി ജില്ലാ നേതൃത്വത്തിലേക്ക് വരുന്നത്. 57 ഞാൻ താലൂക്ക് സെക്രട്ടറിയാണ്, പെരിന്തൽമണ്ണ താലൂക്കിൻ്റെ. 57 സെക്രട്ടറി. പിന്നെ 54 മറ്റോ ആണ് താലൂക്ക് കമ്മിറ്റി അംഗമായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് മണ്ഡലം കമ്മിറ്റി ഉണ്ടായിരുന്നു, അസംബ്ലി ബേസിൽ. അതിൻ്റെ സെക്രട്ടറി. പിന്നെ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് 62 മറ്റോ പാലക്കാട് ജില്ലാ കമ്മിറ്റി മെമ്പറായി. അന്ന് ആരാ സെക്രട്ടറി? അന്ന് സെക്രട്ടറി ഇമ്പിച്ചുവാവ. ഇമ്പിച്ചുവാവയുള്ള ആദ്യത്തെ സെക്രട്ടറി. അതിൽ എന്താ ഇമ്പിച്ചുവാവയെ കുറിച്ചുള്ള ഓർമ്മകൾ? ഇമ്പിച്ചുവാവ പ്രത്യേക ടൈപ്പ് ആളാണ്. പിന്നെ ഇമ്പിച്ചുവാവ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഇമ്പിച്ചുവാവ സെക്രട്ടറിഷിപ്പ് ഒഴിഞ്ഞിട്ട് കുഞ്ഞിരാം മാഷ് സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് 32 പേരെ പിന്നെ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് താലൂക്ക് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി വെച്ചു. ഉണ്ണിരാജയാണ് അത് വിശദീകരണത്തിന് വന്നത്. അപ്പം അതിൻ്റെ മുമ്പ് തന്നെ ബിച്ചുവാവ പ്ലാനൊക്കെ ഉണ്ടാക്കി യോഗം തുടങ്ങാന്ന് പറയുമ്പോൾ തന്നെ അധ്യക്ഷൻ്റെ പേരാണ്ട് പറയും. പറഞ്ഞു കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് സീറ്റടിക്കണം എന്നൊക്കെ പ്ലാനിട്ട് ആണ് അവർ വന്നിട്ടുള്ളത്. അങ്ങനെ ആർ കൃഷ്ണൻ്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞ ഉടനെ തന്നെ അതൊക്കെ റെഡിയായി. അങ്ങനെ ഉണ്ണിരാജ ഈ പുറത്താക്കിയ 32 പേരെ പുറത്താക്കാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുക. അത് കുറച്ച് വിശദീകരണം ഒരു 10 മിനിറ്റ് നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മതി, അത് കേൾക്കട്ടെ. അങ്ങനെ EP കുഞ്ഞുണ്ണി നായർ, AK രാമൻകുട്ടി, അതുപോലുള്ള MLA-മാരുണ്ട്. അവരൊക്കെ ഈ അന്നൊരു ജില്ലാ ഏർപ്പാടുണ്ടായിരുന്നല്ലോ, എല്ലാ ജില്ലാ വികസന സമിതി എന്തോ, അതെ, അതിൽ ആ യോഗത്തിന് പോയിരുന്നു. കുഞ്ഞുണ്ണി നായർ ഇതിലുണ്ട്. ഈ അന്നൊരു പുസ്തകത്തിൽ ഒപ്പിടുന്ന ഹാജർ, അത് എല്ലാവരും ഒപ്പിടുന്ന ഘട്ടത്തിൽ കുഞ്ഞുണ്ണി നായർ ഒപ്പിട്ടില്ല. കുഞ്ഞുണ്ണി നായർ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പുസ്തകം പിന്നെ ഇതിലൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ആ പുസ്തകം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ പുസ്തകം വലിച്ചപ്പോൾ കുഞ്ഞിരാമ മാഷ് അത് പിടിച്ചു. അതിലുണ്ടായ ബഹളം കുഞ്ഞിരാമ മാഷ് വീണു. അപ്പം ബിച്ചുവാവ സംസ്കൃതത്തിൽ 2 വർത്തമാനം അതാണ് പിന്നെ അന്നത്തെ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ടാണ് ഇവര് വരുന്നത്. അതോടുകൂടി പിന്നെ 2 ഇതായിട്ട്. ഇമ്പിച്ചുവാവ ഗസലൊക്കെ പാടുമായിരുന്നു.
ഗസൽ പാടാൻ അറിയില്ല. അതിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ പൊന്നാനി പോയപ്പോ ഈമ്പിച്ചുവാവയുടെ സഹോദരൻ വലിയ ഗസൽ പാട്ടുകാരനാണ്. അതെ, അയാള് മരിച്ചു. തട്ടുംപുറം പാട്ട് നന്നായിട്ട് ഈമ്പിച്ചുവാക്ക് അതുണ്ടായില്ല. ഇല്ല, ഇയാള് പാടും. ഇയാള് നല്ല പാട്ടുകാരനായിരുന്നു ആ കാലത്ത്. എംപിച്ചുവാവ ഒരു പ്രത്യേക ടൈപ്പാണ്. എന്നാലും ഈമ്പിച്ചുവാടെ ഇത്ര ജനസ്വാധീനം വരുന്നതിനുള്ള കാരണം എംപിച്ചുവാവ അത് പിന്നെ അക്കാലത്ത് പിന്നെ അവിടെ ഈ കൊളാടി കോയിന്നംകുട്ടി ഉണ്ടായിരുന്നല്ലേ നമ്മളെ MLA, അവരുടെ പിന്നെ കൊളാടിയുടെ വാപ്പ അച്ഛന് അയാൾ വലിയ ആ കാണപ്പെട്ട ആ പ്രദേശത്തിൻ്റെ മുഴുവൻ ഉടമയാണ്. പക്ഷെ അയാൾ പാർട്ടിയുടെ ഒരാളെ. അങ്ങനെ എല്ലാവർക്കും ഭൂമി പിന്നെ അയാൾ പറമ്പിൽ ആ രീതിയിലുള്ള ആനുകൂല്യമൊക്കെ കൊടുത്ത് അതൊക്കെ ഒരു പാർട്ടിക്ക് വലിയ മുതൽക്കൂട്ടായിട്ട് പിന്നീട് വന്നു. അതാണ് പൊന്നാനിയുടെ ഒരു മുന്നേറ്റത്തിൻ്റെ ഇത്. പിന്നെ ബിച്ചുവാവ എന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നവും അത് ഞാൻ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഇടക്ക് പോകും. ഈ കുഞ്ഞാലി ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം അടുപ്പുണ്ട്. ഞാൻ മലപ്പുറത്ത് പഠിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്കൂളിൽ പഠിക്കുമ്പോൾ മലപ്പുറം പഠിച്ചിരുന്ന ആള് ഞാൻ പഠിക്കുന്ന കാലത്തില്ല. അപ്പൊ പട്ടാളത്ത് പോയിട്ടുണ്ട്. പട്ടാളത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിരിച്ചുവിട്ടു ആ പട്ടാളത്തെ. ആ പിരിച്ചുവിട്ട പട്ടാളക്കാരെ തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ജാഥ കോട്ടപ്പടിയിൽ വന്നു. അപ്പം അതിൻ്റെ മുന്നിലൊരു അത് പിന്നെ കുറച്ച് പൊക്കമുള്ള ഒരാൾ ഉണ്ട്. ആ കുഞ്ഞാലിനൊന്നും അറിയില്ല. അങ്ങനെ കോട്ടപ്പടി മൈതാനിയിൽ യോഗമാണ്. ആ യോഗം കേൾക്കാൻ പോയി. ഇയാൾ പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അയാളാണ് കുഞ്ഞാലി, കുണ്ടോട്ടിക്കാരനാണ്. അത് കഴിഞ്ഞ് പിന്നെ പാർലമെൻറ്റ് 52 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അയാൾ മലപ്പുറം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു. അസാമാന്യ ധീരനായിരുന്നു. അസാമാന്യ ധീരനാണ്. ഈ കുണ്ടോട്ടിയാണ് അയാളെ രാജ്യം. അയാളെ കിഴക്കനാർനാട്ടിൽ നിലമ്പൂർ ആ ഭാഗത്തേക്ക് പാർട്ടി നിയോഗിച്ചു. ആ ചെല്ലുന്ന കാലത്ത് എത്രയോ അടി അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ തോട്ടം മേഖലയിൽ അതിൻ്റെ ഒരു ഗുണ്ടായുസം നടക്കുന്ന കാലമാണ്. അത് അടി കിട്ടി, അടി കൊടുത്ത് പിന്നെ അവസാനം അയാളേറ്റ് ഒരു വടക്കനാരും വരില്ല. ആ രീതിയിൽ കുഞ്ഞാലി വളരെ ഇതായിരുന്നു. അതിനിടയ്ക്ക് എപ്പോഴാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്? അത് പിന്നെ 54 തെരഞ്ഞെടുപ്പിൽ പിന്നെ മുനിസിപ്പൽ ഡിസ്ട്രിക്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം അന്ന് ഐക്യകേരളമായി അല്ല, ഐക്യകേരളത്തിൻ്റെ ഇതല്ല, ഒറ്റപ്പെട്ട രീതിയിൽ ചിലയിടത്ത് മാത്രം പഞ്ചായത്തുകൾ, വ്യാപകമായിട്ടുള്ള പഞ്ചായത്തല്ല. അപ്പം മലപ്പുറം ജില്ലയിൽ ഒരു 10-15 പഞ്ചായത്തുകൾ അങ്ങനെ കാണും. അതിൽപ്പെട്ടതായിരുന്നു കാളികാവ് പഞ്ചായത്ത്, അല്ല കരുവാരകുണ്ട് പഞ്ചായത്ത്. ആ കരുവാരകുണ്ട് പഞ്ചായത്തിലാണ് അയാൾ ഇതായത്. 67-ലല്ല 65 കഴിഞ്ഞതിന് ശേഷം. 65 നിലമ്പൂരിൽ നിന്ന് ജയിച്ചു, പക്ഷേ അസംബ്ലി കൂടിയില്ല. 67 വീണ്ടും അവിടെ തന്നെ മത്സരിച്ചു ഇതായി. പിന്നെ 69 വെടി. സഖാവ് എങ്ങനെ കൊഴക്കാട്ടേരിയിലായത്? ഞാൻ പിന്നെ പെരിന്തൽമണ്ണ താലൂക്ക് കമ്മിറ്റി മെമ്പറായിരിക്കുന്നൊക്കെ കാലത്ത് കോടൂര്, പിന്നെ കൂട്ടിലങ്ങാടി, പിന്നെ കൊളത്തൂർ എന്നൊക്കെ പറയുന്ന പഞ്ചായത്തുകളുണ്ടല്ലോ. അന്ന് പഞ്ചായത്തല്ല, ആ സ്ഥലത്താണ് എൻ്റെ പാർട്ടി ചാർജ്. അതിൽപ്പെട്ടതാണ് പുഴക്കാട്ടി. അപ്പോൾ പുഴക്കാട്ടി ഒക്കെ അന്ന് നടന്നല്ലാതെ പിന്നെ വേറെ മാർഗമില്ല. ബസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ അത് ആ സമയത്തായിരിക്കില്ല നമ്മൾ പോക്കും വരും. അപ്പോൾ ഞാനൊരു കമ്മിറ്റി വെച്ചിട്ട് അവിടെ പോയപ്പോൾ ഒരൊറ്റ കുട്ടിയില്ല വൈകുന്നേരത്തെ കമ്മിറ്റിയിൽ. ആ വെച്ച സ്ഥലത്തുള്ള ആളുണ്ട്. അപ്പം എന്താ വെച്ചാൽ അവരെല്ലാം പൂരത്തിന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ താമസിച്ച് രാവിലെ പിന്നെ
ഒന്ന് അപ്പോൾ പൂരത്തിന് പോയ രണ്ടാളുണ്ട്. രാവിലെ രാമപുരത്ത് വന്ന് ബസ് കയറിയിട്ട് മലപ്പുറത്ത് ചെന്നിട്ട് വീട്ടിൽ പോകണം. അപ്പോൾ പോകുമ്പോൾ വെറുതെ തമാശക്ക് ഇയാൾ പറഞ്ഞു, പാലോളി ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു. അത് ശരിയാണ്, ഞാൻ വരണ്ട് എന്നും പറഞ്ഞിട്ട് തമാശ കഴിഞ്ഞ് പിന്നീട് ചെന്ന സമയത്ത് നമുക്ക് ഇതിലെ പോകുകയെന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് പോകുമ്പോൾ ഒരു വീട്ടിൽ കയറി ഇയാൾ. അപ്പം എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ എന്നെയും വിളിച്ച് ആ വീട്ടിൽ കൊണ്ടുപോയിരുത്തി. പിന്നെ പാലോളി വീട് നോക്കിയോ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കാണേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള മട്ടിൽ ഞാൻ അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ അയാൾ പറഞ്ഞു, ഈ വീടും ആ തോട്ടും അതിൻ്റെ നേരെ താഴെയാണ് വയൽ, ഒരു 85 സെൻറ്റ് ഭൂമി, വയലും പിന്നെ തോട്ടം ഒരു 2 ഏക്കർ, അത് വിൽക്കുകയാണ്, പാലോളി ഇങ്ങോട്ട് പോരുക. അപ്പം ഞാൻ അങ്ങോട്ട് പോകാന്നുള്ളത് ചിന്തിക്കാത്ത കാലമാണ്. വീട്ടിലത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കലാപമായിരിക്കും. അപ്പം ഇത് മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നുണ്ട്. അതിലുള്ള വാസുമേനോൻ എന്ന് പറഞ്ഞ ആള് എൻ്റെ അമ്മാമൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ഇതുണ്ട്, നിങ്ങൾ പിന്നെ 4 മക്കളാണല്ലോ, ഇതൊക്കെ വീട് മാറി താമസിക്കേണ്ടി വരുമല്ലോ, അപ്പം പറ്റിയ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു. അമ്മാമൻ വന്ന് കണ്ട് ആ സ്ഥലം കച്ചവടം ചെയ്ത് പിന്നെ അങ്ങനെയാണ് പുഴക്കാട്ടിലേക്ക് മാറുന്നത്. പുഴക്കാട്ടി 8 കൊല്ലം നിന്നിട്ട് ഞാൻ വീണ്ടും കോടൂരിൽ തന്നെ പെട്ടിട്ടുള്ള ചട്ടിപ്പറമ്പിലേക്ക് മാറി. അവിടെ 35 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത് ഇപ്പോൾ പാലക്കാട്ടേക്ക്. ഇപ്പോൾ പുഴക്കാട്ടേരിയിൽ പഞ്ചായത്ത് പ്രസിഡന്റായി 64-ലാണ് ആ പഞ്ചായത്ത്, രാജ്യം മുഴുവനും പഞ്ചായത്ത് വന്ന ആ കാലത്ത്. അപ്പം 3 സീറ്റ് നമുക്ക് ഉറപ്പാണ്. 3 സീറ്റ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ഇതാണ്. 7 സീറ്റാണ് ആകെ. ഒരു സീറ്റ് ലീഗിൻ്റെ സീറ്റായിരുന്നു. പക്ഷേ EMS മന്ത്രിസഭ ഇതെല്ലാം വന്ന് ആ ഒഴിപ്പിക്കൽ ഓർഡിനൻസും ഭൂപരിഷ്കരണവും വന്നല്ലോ. അതോടുകൂടി അവിടെയുള്ള 4 ഇടത്തരക്കാരെ അന്നുള്ളൂ, അതിൻ്റെ മേലുള്ളവരില്ല. അവർ 5-8 ഏക്കർ കൃഷി ചെയ്യുന്നവരാണ്, പാട്ടം പഠിക്കുന്നത്. അവർ നമ്മളെ പാർട്ടിയായിട്ട് അടുത്തു. അപ്പം അവർ അടുത്തപ്പോൾ ഉറപ്പാണ് പിന്നെ പഞ്ചായത്ത് പിന്നെ നമുക്ക് ഭൂരിപക്ഷം ആവും. അങ്ങനെ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗ് അവരുടെ സ്ഥാനാർത്ഥികൾ ആദ്യം പ്രഖ്യാപിച്ചു. ആ സ്ഥാനാർത്ഥിയിൽ ഈ വാർഡിലുള്ള ആള് നമ്മളുടെ കൂടെ വന്നിട്ടുള്ള പ്രമാണിയുടെ മകളെ കല്യാണം ചെയ്തിട്ടുള്ള മരുമകനാണ്. അതോടുകൂടി അയാൾ അത്രയല്ലേ ഉള്ളൂ, അയാൾ ഈ ആനുകൂല്യം കണ്ടിട്ട് പാർട്ടിയായിട്ട് അടുത്തതാണ്. അത് വന്നപ്പം മറ്റേ ആളുകൾ മുഴുവനും ഇയാളെ വെച്ചു പൊറുപ്പിക്കൂല എന്നുള്ള മട്ടിലേക്ക് വലിയ അടിപിടി ഉണ്ടാകുന്ന സ്ഥിതിയിലെത്തി. അപ്പോൾ വൈകുന്നേരം 5 മണിക്ക് കമ്മിറ്റി വെച്ച് ഞാനും രാജേന്ദ്ര മാഷും വാസുമേനോൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 ആൾ പോയി. 5 മണിക്ക് കമ്മിറ്റി വെച്ചു. 4:30 ആൾ വന്നിട്ടുണ്ട്. കാരണം ഈ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ട്. രാത്രി ഒരു 12:30 വരെ ചർച്ച ചെയ്തു. 2-3 പ്രാവശ്യം അടിപിടി ഉണ്ടാകേണ്ട സ്ഥിതി വരെ എത്തി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ തലേ ദിവസമൊക്കെ ഉറക്കൊഴിച്ചിട്ടുള്ളതാണ്. ആട് ഉറങ്ങിപ്പോയി. ഞാൻ അവസാനം 5 മണിക്കാണ് ഇവർ എന്നെ മുട്ടി വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു സന്തോഷത്തിലാണ്. ആദ്യം കത്തിയെടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഈ യോഗം. കുറച്ച് വെള്ളം മുഖം ഒക്കെ കഴുകിയിട്ട് എങ്ങനെ തീരുമാനമൊക്കെ റെഡിയായി. പിന്നെ കുഞ്ഞായു ഈ പറയുന്ന ആള്, അവൻ പാലോളിക്ക് പാലോളി എന്ന് പറഞ്ഞില്ല, അവൻ വോട്ട് ചെയ്യിച്ചു. നമുക്ക് പിന്നെ പ്രവർത്തനത്തിനുണ്ടാവില്ല. അവൻ്റെ ഭാര്യ മരുമകന് വോട്ട് ചെയ്യും. അങ്ങനെ വന്നപ്പോൾ പിന്നെ അതിനൊരു ഒരു ഉപാധി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപാധി പാലോളി സ്ഥാനാർത്ഥിയാവണം എന്നുള്ളതാണ്.
അപ്പം ഞാൻ പറഞ്ഞു അത് തീർന്നു നന്നായി, പക്ഷേ ഈ ഉപാധി സ്വീകാര്യമല്ല. കാരണം ഞാൻ 3 മാസമായിട്ടുള്ളൂ അവിടെ താമസമാക്കിയിട്ട്. അത് നാട്ടുകാരോട് ചെയ്യുന്ന വലിയൊരു അനീതിയായിരിക്കും. അപ്പം പറഞ്ഞു സഖാവേ ഇതല്ലാതെ യാതൊരു മാർഗവുമില്ല പഞ്ചായത്ത്. അപ്പം പിറ്റേ ദിവസം പി ശങ്കർ വരുന്നത്, പി ശങ്കറാണെന്ന് പാർട്ടിയുടെ സെക്രട്ടറി പാലക്കാട്, മറ്റേ വയനാട്ടിൽ നിന്നൊക്കെ വന്നിട്ട്. അത് വരുന്നത് എന്താ വെച്ചാൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള യോഗമാണ്. അങ്ങനെ യോഗ സ്വാഗത പ്രസംഗമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനാണ് അധ്യക്ഷൻ. അപ്പോൾ ശങ്കർ അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്വാഗത പ്രസംഗം നടക്കുന്ന ഘട്ടത്തിൽ പിന്നെ ശങ്കരെ വിളിച്ചിട്ട് സ്റ്റേജിൻ്റെ പിന്നിലേക്ക് കൊണ്ടുപോയി. സഖാവെ പുഴക്കാട്ടി ഒഴിച്ച് കടുങ്ങപുരം ഒഴിച്ച് ബാക്കിയുള്ള സീറ്റ് പ്രഖ്യാപിച്ചാൽ മതി, അവിടെ ഒന്നുകൂടി പോയിട്ട് ശരിയാക്കേണ്ടതുണ്ട്. അപ്പം ഇതൊക്കെ ഞങ്ങൾ വേറെ ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വേറൊരു കമ്മിറ്റിക്ക് പോയതാണ്. കമ്മിറ്റിക്ക് ഇന്ന് നേരിട്ടാണ് യോഗത്തിലേക്ക് വരുന്നത്. അപ്പം ഇവർ പെരിന്തൽമണ്ണ പോയിട്ട് 2 സഹാക്കൾ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ശങ്കർ അവിടെ വന്നിട്ട് ശങ്കര ബസ് കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ആ വരുന്ന വരവിൽ ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശങ്കരോട് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ശങ്കർ പറഞ്ഞു പാലോളി ഇപ്പോൾ പ്രശ്നം പഞ്ചായത്ത് കിട്ടാനാണ്. പാലോളി മത്സരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള തർക്കം കൂടുതലാവും. അപ്പോൾ പിന്നെ പഞ്ചായത്ത് നമുക്കില്ലാന്ന് തീരുമാനിക്കണം. പാർട്ടി എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ആദ്യമായിട്ട് ജീവിതത്തിൽ സ്ഥാനാർത്ഥിയാകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമായി. അതായി. അപ്പൊ ഇന്നിപ്പോ അതിനുശേഷം പാലോളി സാഹ് പഞ്ചായത്ത് മന്ത്രി 2 പ്രാവശ്യമായി. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥിതി വെച്ച് അതല്ല, അത് എനിക്ക് ഈ മന്ത്രിയാകുന്ന ഘട്ടത്തിൽ പറ്റിയ ഒരു അബദ്ധം എന്താ വെച്ചാൽ, ഞാൻ പിന്നെ ഏതാണ് വകുപ്പ് പറഞ്ഞത്, എന്താ 2-3 വകുപ്പ് എടുക്കാൻ ആദ്യം അവിടെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വലിയ ഇതാണ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒഴിവാക്കി, പറ്റൂല എന്ന് പറഞ്ഞു. അവസാനം പഞ്ചായത്ത് എന്ന് പറഞ്ഞു. പഞ്ചായത്ത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ധാരണ ഞാൻ ഭരിച്ച കാലത്തുള്ള പഞ്ചായത്താണ്, അതാണ് പറ്റിയത്. പിന്നെയാണ് ഇങ്ങനത്തെ ഒരു അബദ്ധം. പക്ഷേ മുഖ്യമന്ത്രിയുടെ വകുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പിന്നെ ഇത് വരുന്ന വകുപ്പല്ലേ പഞ്ചായത്ത്. എത്രയാണ്, അതുമല്ല മറ്റു വകുപ്പൊക്കെ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുന്നതാണ്. ഇവിടെ ജനപ്രതിനിധികൾ തീരുമാനിക്കേണ്ടതാണ്. എന്തായിരുന്നു ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ എന്തായിരുന്നു വലിയ അധികാരം ഉണ്ടായിരുന്നത്? അതിൻ്റെ കഥ പറയണ്ട. അത് അവിടെ ഒരു കൃഷി മേഖലയാണ് ഈ പഞ്ചായത്ത്. തോടുകൾ ധാരാളമുണ്ട്. വേനൽക്കാലം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കടക്കാൻ കഴിയില്ല അപ്പുറം. അപ്പോൾ അവിടെ ഏറ്റവും വലിയ ഒരാവശ്യം അതാണ്, അവിടെ പാലം കെട്ടണം എന്നുള്ളത്. പാലം കെട്ടണം എന്നുണ്ടെങ്കിൽ കാശ് വേണ്ടേ. അപ്പോൾ ഈ തല പോയിട്ടുള്ള കഴുങ്ങുണ്ട്, കഴുങ്ങ് പ്രായമായിട്ട് അത് പോയിട്ട് മുറിച്ച് 3 കഷ്ണാക്കിയിട്ട് ഇട്ടിട്ടുള്ള പാലാണ്. അതാണ് ഒരു പരിഷ്കാരം ആ കാലത്ത്. 3000 ചില്ലാൻ ഉറുപ്പിയാണ് ഒരു കൊല്ലത്തിൽ കിട്ടിയിരിക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്ന്. പിന്നെ ഓടിട്ട വീടുകൾക്ക് നികുതി കിട്ടിയിട്ടുള്ളതാണ്. അത് 90% പുല്ല് കഴിഞ്ഞ വീടുകളാണ് ആ കാലത്ത്. അങ്ങനെ എക്സിക്യൂട്ടീവ് ഓഫീസർ, പിന്നെ ഒരു ക്ലാർക്ക്, പിന്നെ ഒരു ബിൽ കളക്ടർ, ഈ 3 ആളാണ് ജീവനക്കാർ. വല്ലാത്ത ഒരു വിഷമേ. കാരണം വെച്ചാൽ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. അത് അല്ലാത്ത അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യപ്പെടുത്താൻ കഴിയില്ലല്ലോ. ഇതെന്താ ഒന്നുമില്ല, 0 അല്ലേ. ഇങ്ങനെ ഒരു 8 പതിറ്റാണ്ട് ഉള്ള രാഷ്ട്രീയ പ്രവർത്തനം, അതിൽ ഏറ്റവും സംതൃപ്തി നൽകിയിട്ടുള്ള കാര്യങ്ങളെന്ത്? സംതൃപ്തി നൽകിയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഈ ഇന്നിപ്പോൾ അത് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതില്ല,
ഈ 57 ഒഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് ഉണ്ടല്ലോ, അത് വലിയൊരു സംഭവമായിരുന്നു ആ മേഖലയിൽ. കാരണം 90% ആളുകൾ പിന്നെ കൃഷി ചെയ്യുന്നത് പിന്നെ ജന്മിയുടെ ഭൂമിയിലാണ്. അത് 1 ഏക്കർ സ്ഥലം ഒരുവിധം നല്ല സ്ഥലമാണെന്നുണ്ടെങ്കിൽ 100 പറ നെല്ല് പാട്ടം, മോശപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ 75 പറ. ഇത് 2 വിള എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭൂമിയിൽ 120, 125, പരമാവധി കിട്ടിയാൽ 130, 40 കിട്ടും. അതിന് 2 കൃഷിച്ചെലവും കഴിച്ച് ഇയാളെ 100 പറ പാട്ടം കഴിച്ച ഇവനൊന്നുമില്ല. ഇതാണ് പിന്നെന്നാ അതാണ് ഒഴിവാക്കിയ വേറെ ഒരു വസ്തുവില്ലല്ലോ. ഇതാണ് അന്നത്തെ കൃഷിക്കാരുടെ സ്ഥിതി. പക്ഷെ മദ്രാശിയുടെ ഭാഗമായിരിക്കുമ്പോ തന്നെ അത് മര്യാദപ്പാട്ടം അത് ഞാൻ പറയാം. അപ്പൊ ഇതാണ് അത്. അതില് ഈ ജന്മിമാരെ ആളുകൾക്ക് പരിചയമില്ല, അവര് കാണില്ല. കാരണം അത് എവിടെയെങ്കിലും കിടക്കുന്ന ആളുകളാണ് അവരുടെ കാര്യസ്ഥന്മാർ. ആ കാര്യസ്ഥന്മാർക്ക് ഒരു 2-3 ഗുണ്ടകൾ അവരുടെ കൂടെ ഉണ്ടാവും. അവരാണ് കൃഷിക്കാരൻ്റെ പാട്ടം ബാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് പിന്നെ ചോദ്യം ചെയ്യൽ. അത് അടിക്ക് എന്ത് ചെയ്താലും ആ കാലത്ത് ഗവൺമെൻറ്റും പോലീസും അവരെ കൂടെ അങ്ങനെയാണ്. പിന്നെ പ്രസ്ഥാനം കാര്യമായിട്ടില്ലല്ലോ. അതിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ഇതുണ്ട്. ഒട്ടനവധി സ്ഥലങ്ങളിൽ ഒഴിപ്പിക്കുന്ന ഘട്ടത്തിൽ എൻ്റെ കൃഷിഭൂമി ഒഴിപ്പിക്കുന്ന ഘട്ടത്തിൽ പിന്നെ അത് ഒരു ഘട്ടം. അത് കഴിഞ്ഞിട്ട് കുടിയിരിപ്പും അവരുടെ അതിലാണ് അവർ താമസിക്കുന്നത്. അവിടുന്ന് ഒഴിവാക്കും. ആദ്യഘട്ടത്തിൽ കുറേ ആളുകൾ ഒഴിവായി വയനാട്ടിലേക്കൊക്കെ പിന്നെ യാത്ര പോയിട്ടുണ്ട്. ഇത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിനെ തടസ്സപ്പെടുത്തലാണ് നമ്മളുണ്ടായത്. അന്ന് കുറേ കേസും ഇതൊക്കെ വന്നിരുന്നു. പക്ഷെ അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആളുകൾ പിന്നെ വലിയ ഒരു പിന്തുണ നമുക്ക് ആ കാര്യത്തിൽ കിട്ടി. അന്ന് രാജ്യത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണത്. അതൊന്ന്. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് മൗരാശി നിയമസഭയിലേക്ക് KPRയുടെ ഒരു ജാഥ പോയല്ലോ. ആ ജാഥയിൽ അവിടെ വെച്ച് വേളമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരെ ഡിമാൻഡ് മര്യാദപ്പാട്ടം നിർണ്ണയിക്കണം മലബാറിലെ കൃഷിക്കാർക്ക് എന്ന്. മൗരാശി സംസ്ഥാനത്തിൽ ഒരു മലബാറിന് മാത്രമായിട്ടൊരു നിയമം കൊണ്ടുവന്നു. അതാണ് മര്യാദപ്പാട്ടം നിർണ്ണയിക്കൽ. അത് വലിയ ഇതാണ്. അതിന് വേണ്ടിയിട്ട് വലിയ പ്രക്ഷോഭം നമ്മൾ നടത്തി. അത് പറയാം മര്യാദപ്പാട്ടം. അത് കഴിഞ്ഞ് 57 കുടിയൊഴിപ്പിക്കൽ നിർത്തിവെപ്പിച്ചു. ഈ മര്യാദപ്പാട്ടം എന്ന് പറയുമ്പോൾ കൃഷിച്ചെലവ് കഴിച്ച് 1/3 പാട്ടം. വലിയ മാറ്റമാണ്. അത് കൃഷിക്കാർക്ക് തന്നെ അത് വിശ്വസിക്കാൻ കഴിയാത്ത സ്ഥിതി. ദെൻ മൂന്നാമത്തത് പിന്നെ നമ്മുടെ 69 സർക്കാര് കൃഷിഭൂമി കൊടുത്തത്. ഇതാണ് എൻ്റെ ഒരു ചിത്രം. പിന്നീടുള്ള മനസ്സിൽ തോന്നിയിട്ടുള്ളത് നമ്മളുടെ ജനകീയ ആസൂത്രണത്തിൻ്റെ കാലമുണ്ടല്ലോ. അതിൽ പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവിടെ എറണാകുളം പഞ്ചായത്ത് ജില്ലയിൽ ആവോലിയോ എന്തോ പറഞ്ഞിട്ടുള്ളൊരു പഞ്ചായത്തുണ്ട്. അവിടെയുള്ള നമ്മളൊരു സഖാവാണ്. അയാൾ വന്ന് ഓഫീസിൽ അവിടെ ഇരിക്കും. വൈകുന്നേരം ഉച്ചക്കോ ഞാൻ പോകാൻ നേരത്തെ അയാൾ എണീറ്റ് വന്നിട്ട് പറയും ഒരു പാലം വേണം എന്ന്. അപ്പോൾ പാലത്തിന് ഒരു 4 പൈസ നമ്മളെ കയ്യിലില്ലല്ലോ, ഒക്കെ പൈസ അവർക്ക് നേരിട്ട് കൊടുക്കല്ലേ. അപ്പോൾ പറഞ്ഞു അതെ. അവസാനം ഇയാൾ 3-4 പ്രാവശ്യം ഇത് കഴിഞ്ഞതിന് ശേഷം അയാളെ ഇരുത്തി വിശദമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞത് ഈ പഞ്ചായത്തിൻ്റെ സെൻട്രൽ കൂടിയാണ് പുഴ. കാര്യമായിട്ട് ആളുകൾക്ക് ഉള്ള പിന്നെ സ്കൂളും പിന്നെ കച്ചവടവും പിന്നെ സർക്കാർ ഓഫീസും ഒക്കെ ഈ കാര്യമില്ല. അവിടെ നിന്നുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരണം. ഈ വഞ്ചി അതിലാണ് വരവ്. അതിൻ്റെ ഇടക്കാലത്ത് 1-2 അപകടങ്ങളായി മരണം ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു പാലം വേണം. ഇതാണ്. അപ്പം ഞാൻ ശിവദാസമേനോനാണ് ധനകാര്യം. ശിവദാസമേനോട് ലോകിയൊക്കെ പറഞ്ഞിട്ട് അവസാന കാര്യം പറഞ്ഞു.
ഇനി പാലോളിയെ പിന്നെ അതിനിപ്പോൾ ഇത് ബഡ്ജറ്റിൽ വെച്ചിട്ടില്ലല്ലോ. അല്ല, ബഡ്ജറ്റിൽ പിന്നെ കൂട്ടി വെക്കുക, എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കുറച്ച് കാശ് ഉണ്ടാക്കുക. അപ്പോൾ എത്ര പാലത്തിന് വരും എന്ന് ചോദിച്ചപ്പോൾ അയാൾ അഭിപ്രായത്തിലൊരു 6 ലക്ഷം എന്നാണ്. അപ്പോൾ ശിവദാസമേൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻജിനീയർമാരെ അവിടെ പിന്നെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു. അവരെടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് എത്രയാണ്? 16 ലക്ഷം. ആ വർത്താനം ശിവദാസമേനൊക്കെ കേൾക്കാൻ പാടില്ല. 5 ലക്ഷത്തിൻ്റെ ആദ്യം പറഞ്ഞിട്ടാണ് സാധ്യമല്ല അറിഞ്ഞത്. 16 ലക്ഷം എന്നാണ്. അപ്പോൾ ശിവദാസമേനോൻ പറഞ്ഞു അവസാനം 6 ലക്ഷം ഞാൻ എങ്ങനെയെങ്കിലും പിന്നെ എന്തെങ്കിലും വകുപ്പ് ഇതാക്കി തരാറ്. അപ്പം അത് പറയുന്ന ഇടയിൽ ഞാനത് ഒന്ന് കാണാൻ പോയി. അപ്പം കാണാൻ ആ സ്ഥലത്ത് ചെന്നപ്പോൾ ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 ഇതുണ്ട്. ഒന്ന്, ഈ പാലത്തിൻ്റെ അവിടേക്ക് ഒരു റോഡ് വെട്ടണം. അത് അന്യ ആളുകളുടെ സ്ഥലത്ത് കൂടി വേണം, സ്ഥലം വാങ്ങിയിട്ട് വേണം. അപ്പോൾ ആ കൂടിയ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ ഈ വിദേശത്ത് പിന്നെ അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ ഉണ്ട്. അപ്പം അവർ അവിടെ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞു 10-16 ലക്ഷം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു 16 ലക്ഷമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളിത് നോക്കിയിട്ടുണ്ട്, ഒരു 10-12 ലക്ഷത്തിൽ ഒതുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 6 ലക്ഷം ഇതുണ്ടല്ലോ. അങ്ങനെ വിപുലമായൊരു യോഗം വിളിച്ചു. ആ യോഗം വിളിച്ചത് അത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത യോഗമാണ്. അതിലുള്ള ആളുകൾ പറഞ്ഞു ഇതിന് പിന്നെ എസ്റ്റിമേറ്റ് ഞങ്ങൾ തയ്യാറാക്കാം, അതിൻ്റെ ആ രംഗത്തുള്ള ജോലി മുഴുവനും ഞങ്ങൾ ചെയ്യുക, മാത്രമല്ല കുറച്ച് ഞങ്ങൾക്ക് സഹായിക്കാനും കഴിയും. പക്ഷേ അവരൊക്കെ കുറച്ച് ഭേദപ്പെട്ട ആളുകളാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ സിമെൻറ്റിൻ്റെ കാര്യത്തിൽ ചില ആളുകൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. കമ്പി മറ്റ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സിമെൻറ്റും കമ്പിയും ഒന്നും തരാൻ ഞങ്ങളെ കയ്യിൽ പൈസ ഇല്ല, പക്ഷേ ഇതിന് മനുഷ്യൻ്റെ അധ്വാനം വേണ്ടി വരും, അത് മുഴുവനും ഞങ്ങളെ സംഘടന മുഖേന ചെയ്യുന്നു. അപ്പോൾ അത് വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ആ പണി നടന്നു. അതിൻ്റെ മേൽനോട്ടം വഹിച്ചത് ആ എൻജിനീയർമാരാണ്. അവസാനം ആകെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നത് 5,80,000 ഉറുപ്പ്യ. ബാക്കിയുള്ളത് എത്രയോ പദ്ധതികൾ. അതാണ് ജനകീയ ആസൂത്രണം. ഈ ഭൂപരിഷ്കരണം കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ തങ്ങുന്നത് ഈ പ്രവർത്തനം. അത് വല്ലാത്ത അത് അതിൽ മാത്രമല്ല, ഈ കുടിവെള്ള പദ്ധതിക്കൊന്നും ഒരു 9 പൈസ ചെലവില്ലാതെ സ്ഥലം ഫ്രീ ആയിട്ട് വലിയ തോതിൽ സംഭാവനയും സന്നദ്ധ പ്രവർത്തനവും ആ കാലത്തുണ്ടായി. പക്ഷെ 2ാം തവണ പഞ്ചായത്ത് മന്ത്രി ആയപ്പോ അന്നത്തെ അത്ര ഇല്ല. അത് ഞാൻ പറയാം. 2ാം തവണ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ ഗ്രാമസഭയിൽ നടക്കുന്ന ഗ്രാമസഭ അതിൽ നല്ല പിന്നെ പങ്കാളിത്തമായിരുന്നല്ലോ. പങ്കാളിത്തം മാത്രമല്ല, അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ പുതിയൊരു അനുഭവമാണ്. നാട്ടിൽ എത്രയോ വികസനം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടന്നിട്ടുണ്ട്. പക്ഷേ അതാത് പ്രദേശത്തുള്ള വികസന കാര്യങ്ങൾ അവരുടെ അഭിപ്രായം കേൾക്കുക എന്നുള്ള ചരിത്രത്തിൽ അതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അത് അവരെ സംബന്ധിച്ച് വലിയൊരു അനുഭവമായി. അതാണ് ആ പിന്തുണ. അപ്പോൾ ഇപ്പം സാറ് പാലക്കാട് താമസിക്കുന്നു, പണ്ട് മലപ്പുറത്ത്. പക്ഷെ പ്രവർത്തന മണ്ഡലം മലപ്പുറം തന്നെ കൊടുക്കും. പാലക്കാട് ചുറ്റുഭാഗത്തൊക്കെ പാർട്ടി കാര്യത്തിന് പോകും, പക്ഷെ പ്രധാനമായിട്ടും മലപ്പുറം. DC യോഗങ്ങളിൽ പിന്നെ ഇപ്പോഴും പൊതുയോഗങ്ങളുണ്ട് അല്ലേ? പൊതുയോഗം ഉണ്ടാവും. പൊതുയോഗത്തിന് ഈ ഒരു പിന്നെ കോവിഡ് വല്ലാതെ ഇത് വന്ന സമയത്ത് ഞാനൊന്ന് പിന്നെ പോക്ക് നിർത്തി. മറ്റത് അപ്പോൾ അവസാനമായിട്ട് അന്നത്തെ ജനകീയ ആസൂത്രണത്തിൻ്റെ 25ാം വർഷവും
അപ്പം ഇതുവരെയുള്ള അനുഭവം പൊതുവിൽ നല്ല അഭിപ്രായമാണ് നടന്നത്. പക്ഷെ ഇനി എന്താ വേണ്ടേ? ഒരു നമ്മുടെ 25-ാം വർഷത്തിൽ ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ജനകീയാസം തുടങ്ങിയ ആ വർഷങ്ങളിൽ ഇന്നുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എന്താണ് വരുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മാറ്റങ്ങൾ? ജനകീയാസൂത്രണത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, സംസ്ഥാന കമ്മിറ്റിയിൽ EMS വിശദീകരിച്ച് അത് കഴിഞ്ഞിട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം ഒരു പഞ്ചായത്ത് ബുദ്ധിമുട്ടി പിടിച്ചിട്ട് ആ പഞ്ചായത്തിലെ വികസനം നാട്ടുകാർ പറയണം, അതിനനുസരിച്ച് നടക്കണം എന്ന് പറയുന്നത് എന്ത് മര്യാദ? എന്ന് മാത്രമല്ല, ഒരു കോഴിയോ പശുവിനോ കൊടുക്കണമെങ്കിൽ ഇനി അവിടെ പോയി ഗ്രാമസഭയെ പറയണം. അത് അയാളെ കുറ്റമല്ല, നമ്മൾ അതുവരെയുള്ള നമ്മളുടെ രീതി അതല്ലേ, അതാണ്. അത് ജനകീയ ആസൂത്രണം വന്നപ്പോൾ നമ്മൾ കണ്ടതും അതാണ്. ഏത് വലിയ തോതിൽ പിന്നെ എസ്റ്റിമേറ്റഡ് തുകയെക്കാളും അതിൻ്റെ പകുതി സംഖ്യക്ക് പണി തീർത്തിട്ട് ഉള്ള സംഭവങ്ങൾ, എസ്റ്റിമേറ്റിനേക്കാളും കൂടുതൽ സംഖ്യ കൊടുത്തിട്ടാണ് പലതും തീർക്കൽ. അതിതാണ്, അതിൻ്റെ കുറവാണ് ഇപ്പം അതിൻ്റെ ഇത്. ഇപ്പോൾ ആ ജനപങ്കാളിത്തം എന്നുള്ളത് ഇല്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ തെറ്റായ വശങ്ങളും കൂടുതലായിട്ട് വരുന്നു. അതാണ് അവസാന്റെ അഭിപ്രായത്തിൽ ഈ അധികാര വികേന്ദ്രീകരണത്തിലേക്ക് ജനപങ്കാളിത്തം, ജനകീയത തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. അതെ, അത് പിന്നെ അത് ഒരു ആദ്യഘട്ടത്തിൽ കുറച്ച് പ്രയാസം നേരിടേണ്ടി വരും. കാരണം കുറച്ച് കാലമായിട്ട് ശീലിച്ചു പോരുന്നൊരു രീതിയിലേക്ക് മാറി അത്. പക്ഷെ അത് എന്നാലും മാറ്റി തീർക്കാൻ ശ്രമിച്ച് മാറ്റി തീർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും.